നമ്മുടെ വി ഡി സതീശൻ മാഷേ, അമിതാവേശം വേണ്ട. ഇന്നലെ താങ്കളൊരു തള്ളു തള്ളി. ആളുകളെല്ലാം ഇങ്ങനെ ആവേശപ്പെട്ടിരിക്കുകയാണ് 100 സീറ്റ് അങ്ങോട്ട് തരാൻ. വേണ്ട. നിങ്ങളിങ്ങനെ ആവേശപ്പെട്ട് ബഹളമുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ തുടർ ഗവൺമെൻറ് വരുമെന്നിരുന്നപ്പോഴാണ് 2 മുഖ്യമന്ത്രിമാരെ നിങ്ങൾ പ്രഖ്യാപിച്ചു. നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വരെ പറഞ്ഞു 2 മുഖ്യമന്ത്രിമാർ, ആരാണ് മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ ജയിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു പോയിനടാ, നിങ്ങൾ തീരുമാനിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ വന്നത്. ഓർമ്മ വേണം രാഷ്ട്രീയം കേരളത്തിലെ. നിങ്ങൾ 2 പേരും കൂടി നിങ്ങൾ 2 പേരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാറ്റി. ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് ഉമ്മൻചാണ്ടി. അത് നിങ്ങൾ പറയാതെ അതിരുന്ന് 2 പേരും മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കളിച്ചു. പിന്നെ ഇടയിൽ കൂടെ വേറെ ചില നേതാക്കളും കളിച്ചു. ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ട് നടന്നില്ല. ഇപ്പോൾ താങ്കളൊരു തള്ളിയിരിക്കുകയാണ്. ഇത് ജനങ്ങളെ മുമ്പിലുള്ള തള്ളാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ അങ്ങോട്ട് ആവേശപ്പെട്ട് ഇരിക്കുകയൊന്നുമില്ല കോൺഗ്രസ്സിന്. നിങ്ങളിവിടുത്തെ രാഷ്ട്രീയം ചർച്ചയാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിനകത്ത് ശശി തരൂരിന് മുഖ്യമന്ത്രി ആവണം. നിങ്ങളാക്കുമോ? അദ്ദേഹം ഷർട്ടടിച്ചിരിക്കുകയാണ്. നിങ്ങളാക്കുമോ? അതുപോലെ താങ്കൾ വി ഡി സതീശനാവണം. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ധാരാളം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ കേരളം മുഴുക്കെ കോളേജുകളിലെല്ലാം പോയി കുട്ടികളെ ബോധവൽക്കരിക്കുന്നു. ലഹരിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ജാഥ നടത്തി, പത്തനംതിട്ട നടത്തി, വലിയ മേളകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദളിത് കോൺക്ലേവ് നടത്തി, എന്തൊക്കെ നടത്തുന്നു രമേശ് ചെന്നിത്തല. അങ്ങനെ അദ്ദേഹം വലിയ രീതിയിലാണ് പബ്ലിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള വലിയ ലഹരി പരാമർശത്തിനെതിരെയുള്ള വലിയ റാലികളാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സണ്ണി ജോസഫ് ഉണ്ട്. എന്നെ വച്ചാൽ ഞാൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആവാമെന്ന് പറയുന്ന കെ സുധാകരൻ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ആർക്കും പറ്റിയില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ടില്ല, എൻ്റെ പേരുമുണ്ടെന്ന് പറഞ്ഞ് കെ മുരളീധരൻ ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പിന്നെ ഉടുപ്പടിച്ച്, സണ്ണി ജോസഫ് അടക്കമുള്ള എല്ലാവരും ഉടുപ്പടിച്ച്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കെ സി വേണുഗോപാലുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് നൂലിലിറങ്ങാം. അങ്ങനെ എല്ലാവരും കൂടി തള്ളി മറിച്ച് ബഹളം ഉണ്ടാക്കാതെ, ഇപ്പോൾ ഉണ്ടായിപ്പോയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിരമിക്കാതെ ഗ്രൗണ്ട് വർക്ക് ചെയ്യണം. കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെന്നൊരു തോന്നൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതിനെ മനോഹരമായി നിങ്ങൾ കൊണ്ടുപോകണം. കാരണം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് വരണമെന്ന്. അല്ലാതെ ഇപ്പോഴേ തള്ളി മറിക്കേണ്ട. ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്ത് ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടുകയാണെന്നും കിട്ടിയാൽ എല്ലാവരും പടപടാ കൈ ഇടിച്ച് പോകുന്നൊന്നും കരുതണ്ട. ജനങ്ങളെ വെല്ലുവിളിക്കേണ്ട. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്. ഇവിടെ BJP 25% വോട്ട് പിടിക്കാൻ എന്ന് പറയുന്നു. അങ്ങനെ 20-ൽ നിന്ന് 21% വോട്ട് പിടിച്ചാൽ അത് ആരുടെ വോട്ടായിരിക്കും? നിങ്ങൾ തീരുമാനിക്കുക. CPM-ൻ്റെയും കുറേ പിടിക്കും, കോൺഗ്രസിൻ്റെയും പിടിക്കും. അപ്പോൾ BJP ശക്തമായ രംഗത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ CPM 3ാം ഭരണത്തിലേക്ക് പോകാൻ അവർ ഒരുപാട് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യും. അതിൻ്റെ ഇടയിലാണ് താങ്കളുടെ ഈ തള്ളു വരുന്നത്. അതുകൊണ്ട് നമുക്ക് തള്ളു വേണ്ട, റീൽസ് വേണ്ട, റിയലിലേക്ക് പോകാം. താങ്കളുടെ കൂടെ നിൽക്കുന്ന ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കട്ടത്തിനെയും പിള്ളേരോടൊക്കെ പറയുക, ഫീൽഡിൽ പോവുക, നമ്മുടെ ചാണ്ടി ഉമ്മനെ കണ്ടുപിടിക്കുക. ചാണ്ടി ഉമ്മൻ സിന്ദാബാദ്. എല്ലാവരും 3000 വീടാണ് പുള്ളിക്കാരൻ കയറിയത്. എന്തൊരു അത്ഭുതമാണ്. കഴിഞ്ഞ ദിവസം റീൽസിന് വേണ്ടിയാണെങ്കിലും പുള്ളി ഒരു ബോർഡുമായി ഇങ്ങനെ ഓടുന്നു കണ്ടു. ഉമ്മൻചാണ്ടിയുടെ ബോർഡുമായി, ഒരു ഫ്ലെക്സ് ബോർഡുമായിട്ട് അദ്ദേഹം പുതുപ്പള്ളിയിൽ ഒരു ഗ്രാമത്തിൽ കൂടെ ബോർഡ് വയ്ക്കാൻ ഓടുന്നുണ്ട്. സത്യസന്ധനാണ് കേട്ടോ അദ്ദേഹം. അതുകൊണ്ട് അതിനകത്ത് റീൽസ് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം റിയലാണ്. അങ്ങനെ റിയലായിട്ടുള്ള ചാണ്ടി ഉമ്മന്മാരെയൊക്കെ ഒതുക്കി എടുക്കാതെ മുന്നിൽ നിർത്തി അവരെ കൊണ്ടുപോകണം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചാണ്ടി ഉമ്മനെ നിങ്ങൾ ഒതുക്കിക്കളഞ്ഞു. എന്തൊരു സങ്കടമാണ്. അതേസമയം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ചാണ്ടി ഉമ്മനെ കൊണ്ടിട്ടപ്പോൾ 3000 വീടുകളാണ് ചാണ്ടി ഉമ്മൻ ഒരു ചെറിയ പീരീഡ് കൊണ്ട് കയറിയത്. ചെറിയ കാര്യമാണോ അത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിയൽ പരിപാടികൾ നടക്കട്ടെ. റീൽസും തള്ളും പരിപാടികളും നമ്മൾ ചില പരാതികൾ ഈ കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസ് വേദികളിൽ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഞാനങ്ങ് പറയാം. പൗഡർ കുട്ടപ്പന്മാരെന്നാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ കഴിച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെൻറ്റുമൊക്കെ അടിച്ച് പൂശി അങ്ങനെ ഉടയാത്ത ഷർട്ട് ഇട്ട് അങ്ങ് ഇറങ്ങും. എന്നിട്ട് തള്ളി മറിക്കലാണ്. അതുകൊണ്ട് ഭരണത്തിൽ വരില്ല. അധ്വാനിക്കുക, കായിക അധ്വാനമല്ല, ഫീൽഡിൽ പോവുക, ജനങ്ങളോടൊപ്പം അധ്വാനിക്കുക. ജനങ്ങൾക്ക് ഒരുപക്ഷേ ഈ പിണറായി വിജയനോട് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെങ്കിലും മറ്റ് രീതിയിലൊക്കെ CPM-ന് ക്യാഷ് ചെയ്യാൻ അറിയാം. അവർ ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തന്ത്രങ്ങൾക്കിടയിൽ ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഉറങ്ങിയിരുന്ന് സമാധിയായി പോവുകയുള്ളൂ. അതുകൊണ്ട് ഉണരുക, ഉത്തിഷ്ഠത, ജാഗ്രത.